നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 45 ഡേയ്സ് ഡിഗ്രി ലെവൽ അപ്ഡേറ്റഡ് ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസിലെ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന ക്ലാസ് റൂം സെഷൻ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരള ചരിത്രത്തിലെ ഫസ്റ്റ് ടോപ്പിക് യൂറോപ്യന്മാരുടെ ആഗമനം, സംഭാവനകൾ. ഈ ടോപ്പിക്കിൽ നിന്നും PSC മുൻവർഷം ചോദിച്ച ചോദ്യങ്ങളും SCERT അടക്കം വിശദീകരിച്ചുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുമ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അതായത് ലൈവായിട്ട് മറ്റു ഉദ്യോഗാർത്ഥികളെ പരാജയപ്പെടുത്തി, അതായത് അവരെക്കാളും കൂടുതൽ നമുക്ക് മാർക്ക് ലഭിച്ച് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അതിന് നിങ്ങൾക്ക് ലൈവായിട്ട് ചലഞ്ചസിൽ ഏർപ്പെടാൻ പറ്റിയ ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. PSC ചലഞ്ചർ. PSC ചലഞ്ചർ എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് ആപ്പാണ്. ഗെയിമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും PSC ക്വസ്റ്റ്യൻസ് ആണ് ഗെയിംസ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നത്. ഇതിൽ ലൈവ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് അപ്പോൾ ലൈവായിട്ടുള്ള ആ സമയത്ത് ലൈവായിട്ടുള്ള കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉള്ള ഉദ്യോഗാർത്ഥികളുമായിട്ട് നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസിലൂടെ ചലഞ്ചസിൽ ഏർപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ആരോടെങ്കിലും ഇങ്ങനെ ഒരു എതിരാളി ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് വരും. അപ്പോൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഹൂ വെയർ നോൺ ആസ് ലെന്തക്കാർ ഇൻ കേരള ഹിസ്റ്ററി? അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ ലെന്തക്കാർ എന്ന് അറിയപ്പെട്ടത് ആരാണ്? ഇത് അസിസ്റ്റന്റ് ജയിലർ 2019 ചോദിച്ച ചോദ്യമാണ്. ലെന്തക്കാർ ആരാണ്? ഡച്ചുകാരാണ് ലെന്തക്കാർ. അപ്പോൾ പറങ്കികൾ എന്ന് അറിയപ്പെട്ടത് പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടത് ഫ്രഞ്ചുകാരാണ്. വെള്ളക്കാർ എന്നറിയപ്പെട്ടത് ബ്രിട്ടീഷുകാരാണ്. ലെന്തക്കാർ എന്നറിയപ്പെട്ടത് ഡച്ചുകാരാണ്. ഇനി ഡച്ചുകാരുടെ ഒരു ടൈം ലൈൻ നമുക്ക് നോക്കാം. വർഷങ്ങൾ ടൈം ലൈനായിട്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ ലെന്തക്കാരുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വർഷങ്ങൾ നോക്കാം. ആദ്യമായിട്ട് 1595. 1595 ലെന്തക്കാർ ഇന്ത്യയിൽ വന്നത്. ലെന്തക്കാർ ഇന്ത്യയിൽ വന്നത് 1595. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് ഞാൻ എഴുതുവാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. 1604 ഡച്ചുകാർ കേരളത്തിൽ എത്തിയത്. 1604 ഓർക്കുക. 1658 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്തത്. അപ്പോൾ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. 1661 ഒരു സന്ധി ഉണ്ടായി, അഴീക്കോട് സന്ധി. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ നടന്ന ഒരു സന്ധിയാണ് അഴീക്കോട് സന്ധി. വർഷം 1661. അടുത്തത് 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത്. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത് 1663. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് മാസം 10. അപ്പോൾ പകുതി വർഷങ്ങൾ ഞാൻ പറഞ്ഞു, ഇത്രയൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നു. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തു. 1604 ഡച്ചുകാർ കേരളത്തിലെത്തി. 1658 ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തു. ഡച്ചുകാർ ആരിൽ നിന്നാണ് കൊല്ലം പിടിച്ചെടുത്തത് എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരിൽ നിന്നാണ് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തത്. 1661 അഴീക്കോട് സന്ധി ഡച്ചുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ നടന്നു.
1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തു. 1741 കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് മാസം 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് നടന്നത്. അതിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയിട്ട് ഡച്ച് സൈന്യാധിപനായ ഡിലനോയി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി. അങ്ങനെ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താനായിട്ട് ഡിലനോയ് എവിടെ തന്നെ നിന്നു? കേരളത്തിൽ തന്നെ നിന്നു. അപ്പൊ ഇത്രയും വർഷങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് വർഷങ്ങൾ കൂടി ഗ്രന്ഥകാരനെ ബേസ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ നോക്കാം. കുളച്ചൽ യുദ്ധം വരെ പറഞ്ഞു 1741. അടുത്തത് 1753. 1753 മാവേലിക്കര സന്ധി നടന്നത്. മാവേലിക്കര സന്ധി എന്ന് പറയുന്നത് ഡച്ചുകാരുടെ ആധിപത്യത്തിന് അധപ്പതനം സംഭവിച്ചത്, അല്ലെങ്കിൽ ഡച്ചുകാരുടെ ഭരണത്തിന് അധപ്പതനം സംഭവിച്ചത് ഏത് സന്ധിയോടുകൂടിയാണ്? മാവേലിക്കര സന്ധിയോടുകൂടിയാണ്. മാവേലിക്കര സന്ധി ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇനി 1789 ധർമ്മരാജ ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിച്ചു. അപ്പം 1789 ധർമ്മരാജാവ് ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇത്രയാണ് ഡച്ചുകാരുടെ ഒരു സംഭവം. ഡച്ചുകാരുടെ സംഭവങ്ങൾ ഒരു ടൈം ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഓർഡറിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മാതൃക കാണിക്കാൻ കാരണം, നമ്മളിപ്പോൾ കുറേ സോഴ്സസിൽ നമുക്ക് കുറേ വർഷങ്ങളൊക്കെ കിട്ടും. ഇപ്പം ലാസ്റ്റ് നടന്ന സംഭവമായിരിക്കും നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ടൈം ലൈൻ ആക്കി ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ആ ഓർഡറിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ലന്തക്കാർ ഡച്ചുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഉപ്പ് നിർമ്മാണം ഇവരുടെ മെയിനായിട്ടൊരു സംഭാവനയാണ്. ചേറ്റുവാ കോട്ട, ഗുരുവായൂരില് ചേറ്റുവാ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഏതാന്ന് ചോദിച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ 12 വാല്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. 1678 മുതൽ 1703 വരെ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏതാന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിലാണ്. അതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. കേരളാരാമം, കേരളത്തിന്റെ ഉദ്യാനം എന്നാണ് മീനിങ്. കേരളാരാമം എന്നറിയപ്പെട്ട പുസ്തകമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയാണ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകം ഏതാന്ന് ചോദിച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകം. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യത്തെ സസ്യം തെങ്ങും അവസാനത്തെ സസ്യം ആൽമരവുമാണ്. അപ്പൊ ഈ തെങ്ങ് എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് മലയാളത്തിലെ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം അച്ചടിച്ചത്. ക്ലിയർ ആയോ? അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസിൽ മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം ഏതാണ്? തെങ്ങാണ്. അവസാനം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം ഏതാണ്? ആലാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ അച്ചടിച്ചു വന്ന ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് തെങ്ങാണ്. ഇനി ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ നേതൃത്വം നൽകിയ ഡച്ച് അഡ്മിറൽ ആരാണെന്ന് ചോദിച്ചാൽ അഡ്മിറൽ വാൻ റീഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച ഡച്ച് അഡ്മിറൽ. ഓക്കെ, ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ അല്ലെങ്കിൽ ഈഴവ വൈദ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഇട്ടി അച്യുതനാണ്. ഇട്ടി അച്യുതനെ കൂടാതെ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണർ ആരൊക്കെയാണ്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നിവരാണ്. ഇതിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ഫാദർ മാത്യൂസ് അല്ലെങ്കിൽ ജോൺ മാത്യൂസ്. ഇതിലെ ചിത്രങ്ങളൊക്കെ വരച്ചതും ആര് തന്നെയാണ്? ജോൺ മാത്യൂസ് തന്നെയാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലന്തക്കാരെ പറ്റിയും അവരുടെ സംഭാവനയെ പറ്റിയും ഓർക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ട എവിടെയാണ്? ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ട, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ്? കൊച്ചിയിലാണ്. കൊച്ചിയിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് കോട്ട പണിതത്. ആ കോട്ട ഏതാണ്? ഫോർട്ട് മാനുവൽ. ഫോർട്ട് മാനുവൽ എന്നറിയപ്പെടുന്ന പള്ളിപ്പുറം കോട്ട, അല്ലെങ്കിൽ ആയക്കോട്ട, അല്ലെങ്കിൽ അഴിക്കോട്ട എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട പണിത വർഷം ചോദിച്ചാൽ 1503. 1503 മാനുവൽ കോട്ട പണിതത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയായിട്ട് കണക്കാക്കപ്പെടുന്നത് മാനുവൽ കോട്ട തന്നെയാണ്. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. പണിതത് ആരാണ് എന്ന് ചോദിച്ചാൽ അൽബുക്കർക്ക്. അൽബുക്കർക്ക്. ആരാണ് അൽബുക്കർക്ക്? രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. എന്നാൽ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അൽമേഡയും ഒരു കോട്ട പണിതു. ഏതാണ്? കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട പണിതത് ആരാണെന്ന് ചോദിച്ചാൽ അൽമേഡയാണ്. അത് 1505 1505. ഇനി കുറച്ച് കോട്ടകളും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും അത് നിർമ്മിച്ചത് ആരാണെന്നും പറയാം. ആദ്യമായിട്ട് മാനുവൽ കോട്ട തന്നെയാണ്. മാനുവൽ കോട്ട നിർമ്മിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്. കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തേത് തലശ്ശേരി കോട്ട. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കോട്ടപ്പുറം കോട്ട. കോട്ടപ്പുറം കോട്ട SCERT ഫാക്റ്റ് ആണ്. കോട്ടപ്പുറം. കോട്ടപ്പുറം കോട്ട എവിടെയാണ്? തൃശ്ശൂരാണ്. പോർച്ചുഗീസുകാരാണ് കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത്. ചാലിയം കോട്ട. ചാലിയം കോട്ട വെട്ടത്ത് നാട്. വെട്ടത്ത് നാട്ടിലാണ് ചാലിയം കോട്ട. 1531 പോർച്ചുഗീസുകാരാണ് ചാലിയം കോട്ട നിർമ്മിച്ചത്. ചാലിയം കോട്ട തകർത്തത് ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയം കോട്ട തകർത്തത്. സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ട കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? വെട്ടത്തുനാട്. വെട്ടത്തുനാട് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കാസർഗോഡ് ബേക്കൽ കോട്ട നിർമ്മിച്ചത് ആരാണ്? ബദനൂരിലെ ശിവപ്പ നായ്ക്കരാണ് ബേക്കൽ കോട്ട. ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. അപ്പൊ ബേക്കൽ കോട്ട നിർമ്മിച്ചത് ആരാണ്? ബദനൂരിലെ ശിവപ്പ നായ്ക്കരാണ് കാസർഗോഡ്. ബദനൂരിലെ ശിവപ്പ നായ്ക്കർ നിർമ്മിച്ച മറ്റൊരു കോട്ടയാണ് ചന്ദ്രഗിരി കോട്ട. ചന്ദ്രഗിരി ഫോർട്ട്. ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചതും ആര് തന്നെയാണ്? ബദനൂരിലെ ശിവപ്പ നായ്ക്കരാണ്. ഹോസ്ദുർഗ് കോട്ട. ഹോസ്ദുർഗ് കോട്ടയും കാസർഗോഡ് തന്നെയാണ്. അപ്പൊ കാസർഗോഡ് നമ്മളിപ്പോൾ 3 കോട്ട പറഞ്ഞു. ഏതൊക്കെയാണ്? ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട, ഹോസ്ദുർഗ് കോട്ട. ഹോസ്ദുർഗ് കോട്ട കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത്. സോമശേഖര നായ്ക്കരാണ് ഇത് നിർമ്മിച്ചത്. സോമശേഖര നായ്ക്കർ. നെടുംകോട്ട പണിതത് ആര്? ധർമ്മരാജാവ്. നെടുങ്കോട്ട പണിതത് ആരാണ്? ധർമ്മരാജാവ്. വട്ടക്കോട്ട പണിതത് ആരാണ്? വട്ടക്കോട്ട. വട്ടക്കോട്ട കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വട്ടക്കോട്ട പണിതത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ. പാലക്കാട് കോട്ട പണിതത് ഹൈദരലിയാണ്. ഹൈദരലിയാണ് പാലക്കാട് കോട്ട പണിതത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കോട്ടകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ട എവിടെയാണ്? കൊച്ചിയിലാണ്. 1503 ഫോർട്ട് മാനുവൽ. മാനുവൽ കോട്ട പണിതത് ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ കടൽ മാർഗം ആദ്യമെത്തിയ വിദേശികൾ അല്ലെങ്കിൽ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. എന്തുകൊണ്ടാണ് ഈ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കടൽ മാർഗം വരാനുള്ള കാരണം? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് കൊണ്ടാണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. എന്താണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ? കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഇസ്താംബുൾ എന്നാണ്. ഇസ്താംബുൾ.
ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരു പാതയായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്ത വർഷം 1453. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഇങ്ങനെ ഒരു വ്യാപാര മാർഗം അടഞ്ഞു. അതുകൊണ്ട് ഈ കരമാർഗം അടഞ്ഞു. അങ്ങനെ കടൽ മാർഗം ഇന്ത്യയിലേക്ക്, ഇന്ത്യ ചൈന പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടൽ മാർഗം ഒരു പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് വാസ്കോഡ ഗാമയാണ് പോർച്ചുഗീസുകാരൻ, യൂറോപ്യൻ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരൻ കടൽ മാർഗം ആദ്യം എത്തിയ പോർച്ചുഗീസുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമ. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലേക്ക് ഒരു പാത കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയാണ്. അങ്ങനെ വാസ്കോഡ ഗാമ 1498 മെയ് മാസം 20 സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ ലിസ്ബണിൽ നിന്നും 1497 ലിസ്ബണിൽ നിന്നും, ലിസ്ബൺ എവിടെയാണ്? പോർച്ചുഗലിലാണ്. ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വാസ്കോഡ ഗാമ 1498 മെയ് മാസം 20 കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ കപ്പലിറങ്ങി. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോഡ ഗാമ വന്നത്. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു 2 കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ എന്നീ 2 കപ്പലുകൾ വാസ്കോഡ ഗാമയെ അനുഗമിച്ച് എത്തിയതാണ്. വാസ്കോഡ ഗാമ ഇങ്ങോട്ട് വരാൻ ചിലവഴിച്ചതിൽ 60 ഇരട്ടിയോളം ലാഭമാണ് വാസ്കോഡ ഗാമ ഇവിടെ നിന്നും കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ വാസ്കോഡ ഗാമ 1498 വന്നു. 1499 ആയപ്പോൾ വാസ്കോഡ ഗാമ എങ്ങോട്ട് തിരിച്ചുപോയി? ലിസ്ബണിലേക്ക് തിരിച്ചുപോയി. രണ്ടാമതായിട്ട് വാസ്കോഡ ഗാമ വന്നത് 1502 1502 രണ്ടാമതായി വാസ്കോഡ ഗാമ വന്നു. അവസാനമായും മൂന്നാമതായും വാസ്കോഡ ഗാമ എത്തിയത് 1524 അപ്പോൾ വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയപ്പോൾ വാസ്കോഡ ഗാമയ്ക്ക് വ്യാപാരം നടത്താൻ കോഴിക്കോട് സാമൂതിരി അനുവാദം നൽകിയില്ല. അതുകൊണ്ട് തന്നെ വാസ്കോഡ ഗാമ ആരെ സമീപിച്ചു? കണ്ണൂരിലെ ഭരണാധികാരിയെയാണ് സമീപിച്ചത്. ഓക്കെ, അപ്പോൾ വാസ്കോഡ ഗാമ 3 തവണയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. 1498, 1502, 1524. 1524 വൈസ്രോയി ആയിട്ടാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിയത്. 1524 ഡിസംബർ മാസം 24 വാസ്കോഡ ഗാമ അന്തരിച്ചു. ഓക്കെ, 1524 ഡിസംബർ മാസം 24 വാസ്കോഡ ഗാമ അന്തരിച്ചത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്. സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സെന്റ് ഫ്രാൻസിസ് പള്ളിയെ പറ്റി ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമുണ്ട്. പോർച്ചുഗീസുകാർ അല്ലെങ്കിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണിത ആദ്യത്തെ ക്രിസ്തീയ ദേവാലയം ഏതാണെന്ന് ചോദിച്ചാൽ സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്, കൊച്ചിയിലാണ്. അപ്പോൾ ക്രിസ്തീയ ദേവാലയം സെന്റ് ഫ്രാൻസിസ് പള്ളി മാത്രമല്ല അവർ ഇന്ത്യയിൽ നിർമ്മിച്ചത്. ഗോവയിലെ ബോം ജീസസ് പള്ളി നിർമ്മിച്ചതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വാസ്കോഡ ഗാമ 1524 ഡിസംബർ മാസം 24 അന്തരിച്ചു. ഭൗതിക ശരീരം സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അടക്കം ചെയ്തത്, കൊച്ചിയിൽ. അത് കഴിഞ്ഞിട്ട് 1539 ആയപ്പോൾ ലിസ്ബണിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോയി. 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം എങ്ങോട്ട് കൊണ്ടുപോയി? ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ജെറോണിമസ് കത്തീഡ്രലിലാണ് പിന്നെ അടക്കിയത്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് അറിയപ്പെട്ടത് ഏതാണ്? ഗോവയാണ്. ഗോവയിൽ വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഒരു പട്ടണം അടക്കമുണ്ട്. ഗോവയിലെ ഏറ്റവും വലിയ പട്ടണമാണ് ഏത്? വാസ്കോഡ ഗാമ. പോർച്ചുഗീസുകാരുടെ സംഭാവനയെ പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പേരയ്ക്ക, പപ്പായ, പുകയില, വറ്റൽമുളക്, കശുവണ്ടി, മരിച്ചീനി, റബ്ബർ മുതലായവ പരിചയപ്പെടുത്തിയത് ആരാണ്? പോർച്ചുഗീസുകാരാണെന്ന് ഓർക്കുക. പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഓവറോൾ ഒന്ന് റിവിഷൻ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും SCERT ഫാക്റ്റുമായിട്ട് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് മറക്കണ്ട, PSC ചലഞ്ചർ ലൈവായിട്ട് എക്സാംസ് എഴുതി തന്നെ പഠിക്കുക. വീണ്ടും കാണാം. താങ്ക്